ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ മാത്സിലത്തെ 7ാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മണി മാത്ത്. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് നോക്കാം. ഡിസ്കൗണ്ട്. നിങ്ങളൊക്കെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ വിലക്കുറവ്. നമ്മൾ പല ഷോപ്പുകളിലും ഫ്രണ്ടിൽ നമ്മൾ എഴുതി വെച്ചത് കാണാം. 10% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട്, 30% ഡിസ്കൗണ്ട് എന്നൊക്കെ. ഏത് വാങ്ങിയാലും 20% ഡിസ്കൗണ്ട് എന്നൊക്കെ. എന്താണ് ആ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെയും നിങ്ങൾക്കൊരു പരസ്യം തന്നിട്ടുണ്ട്. എന്താണ്? 30% ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഡിസ്കൗണ്ട് ഫോർ ഓൾ ഹാൻഡ്ലൂം ടെക്സ്റ്റൈൽസ്. എന്താണ്? ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പിൽ ഡിസ്കൗണ്ട് ആണ്. എന്താണ്? വിലക്കുറവാണ്. 30% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച്. സോ നമ്മൾ അവിടെ നിന്ന് ഏത് ഡ്രസ്സ് എടുത്താലും എന്താണ്? 30% ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. 30% ഡിസ്കൗണ്ട് മീൻസ് വാട്ട്? 30% വിലക്കുറവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മീൻസ് വെൻ വി ബൈ ക്ലോത്ത്സ് വർത്ത് 100 rupees we can deduct 30 rupees and need pay only 70 rupees. എന്താണ്? നമ്മൾ ഇപ്പോൾ 100 രൂപയുടെ ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 30 കുറച്ചിട്ട് 70 രൂപ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതായത് നമ്മളൊരു ഷോപ്പിൽ പോയി ഡ്രസ്സ് വാങ്ങാണ്. ആ ഡ്രസ്സിന് എത്രയാണ് പൈസ? 100 രൂപയാണ്. പക്ഷേ നമുക്ക് 30% വിലക്കുറവുള്ളത് കൊണ്ട് എന്ത് കൊടുത്താൽ മതി? നമ്മൾ 100ൽ നിന്ന് 30 കുറച്ചിട്ട് 70 രൂപ മാത്രം നമ്മൾ ആ ഡ്രസ്സിന് പൈസ കൊടുത്താൽ മതി. അതിനാണ് 30% വിലക്കുറവ്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 200 രൂപയ്ക്ക് വസ്ത്രം വാങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടും? അതായത് 200 രൂപ എന്ന് പറയുന്നത് 2 നൂറുകളല്ലേ? 200ൽ 2 ടൈംസ് 100 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ എത്ര നമ്മൾ കുറയ്ക്കണം? 2 പ്രാവശ്യം 30. ഇവിടെ 200ൽ 2 നൂറുള്ളത് കൊണ്ട് നമ്മൾ 2 30 ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത്. അതായത് എത്രയാ? 60. 100 രൂപയുടെ വസ്ത്രത്തിന് നമ്മൾ 200ൽ നിന്ന് 60 കുറച്ചിട്ട് 140 മാത്രം കൊടുത്താൽ മതി. സോ 30% ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് 200 രൂപയുടെ ഡ്രസ്സ് നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടി? 140 രൂപയ്ക്ക് കിട്ടി. 30% ഡിസ്കൗണ്ട്, വിലക്കുറവ് എന്ന് പറയുന്നത് ഓരോ 100ൽ നിന്നും 30 കുറയ്ക്കുന്നതിനാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതായത് ഓരോ 100ൽ നിന്നാണ് നമ്മൾ 30 കുറയ്ക്കേണ്ടത്. അടുത്തത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളെടുത്ത് ഓരോ പ്രൈസ് തന്നിട്ടുണ്ട്. അതനുസരിച്ച് അതിൽ വരുന്ന ഡിഡക്ഷൻ എത്ര രൂപയാണ് കുറയ്ക്കാന്നാണ് നമ്മളടുത്ത് ഫില്ല് ചെയ്യാൻ പറഞ്ഞത്. സോ ആദ്യത്തേത് ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം എത്രയായിരുന്നു ആ ഒരു ഡ്രസ്സിൻ്റെ പൈസ എന്ന് പറയുന്നത്? 500 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് 30% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം 500 രൂപൻ്റെ ഡ്രസ്സിന് എത്രയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക? അതായത് 500ൽ എത്ര 100 ഉണ്ടെന്ന് ആദ്യം നോക്കണം. നമ്മൾ പറഞ്ഞു ഓരോ 100ൽ നിന്നാണ് 30 കുറയ്ക്കേണ്ടത്. അതിനെന്ത് മനസ്സിലാക്കണം? ആദ്യം 500ൽ എത്ര 100 ഉണ്ടെന്ന് മനസ്സിലാക്കണം. 500ൽ 5 100 സോ നമുക്ക് 5 30കൾ കുറയ്ക്കാം. 5 30 എന്ന് പറഞ്ഞാൽ 150 അല്ലേ? സോ 500ൽ നിന്ന് 150 കുറയ്ക്കുമ്പോൾ 350 കിട്ടി. നമ്മൾ ആ ഡ്രസ്സ് വാങ്ങുമ്പോൾ 500 രൂപയുടെ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മൾ 350 മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. 1000 രൂപയാണ് ഡ്രസ്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ വിലക്കുറവ് കിട്ടും? 1000ൽ എത്ര നൂറുകളുണ്ട്? 1000ൽ 10 നൂറുകളാണുള്ളത്. സോ 10 30 നമുക്ക് എന്തിൽ നിന്ന് കുറയ്ക്കാം? 1000ൽ നിന്ന് കുറയ്ക്കാം. 10 × 30 എന്ന് പറയുന്നത് എത്രയാണ്? 300 അല്ലേ? 300 നമുക്ക് എവിടെ നിന്ന് കുറയ്ക്കാം? 1000ൽ നിന്ന് 300 കുറയ്ക്കാം. 1000ൽ നിന്ന് 300 കുറയ്ക്കുമ്പോൾ നമുക്ക് 700 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1000 രൂപയുടെ ഡ്രസ്സ് നമുക്ക് വെറും 700 രൂപയ്ക്ക് കിട്ടും. നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് 1200, 1200 ആണ്. നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ ഓരോ 100ൽ നിന്നാണ് 30 കുറയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ നോക്കണം 1200ൽ എത്ര 100 ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്?
1200 ആണുള്ളത്. സോ നമ്മളിവിടെ 12 30 1200 നിന്ന് കുറയ്ക്കണം. 12 ഇൻറ്റു 30 എന്ന് പറയുന്നത് 360 ആണ്. സോ നമ്മൾ 1200 നിന്നും 360 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 840 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ 1200 വിലയുള്ള ഡ്രസ്സ് 840 രൂപക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഡിസ്കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓരോ 100-ൽ എത്ര ശതമാനമാണോ പറഞ്ഞത് അത് ഉണ്ടെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ. ഇവിടെ ഒരു ന്യൂസ് ഉണ്ട്, നോക്കിക്കേ. 9% ഇൻട്രസ്റ്റ് ഫോർ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്കിൽ നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള നിക്ഷേപണത്തിന് 9% പലിശ കിട്ടുന്നുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി താഴെ വായിച്ചു നോക്കാം. If we deposit money in a bank or other financial institution, we get a bit more than the amount we deposited. പൈസ ബാങ്കിൽ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇടുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ നിക്ഷേപിച്ചത്, അതായത് എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തത് അതിനേക്കാളും കുറച്ച് എമൗണ്ട് നമുക്ക് അധികം കിട്ടും എന്നാണ്. വെൻ വി വിത്ഡ്രോ ഇറ്റ് ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ പിൻവലിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ അധികം കിട്ടും. ദിസ് എക്സ്ട്രാ എമൗണ്ട് ഈസ് കാൾഡ് ഇൻട്രസ്റ്റ്. കിട്ടുന്ന ഈ ഒരു എക്സ്ട്രാ നമുക്ക് കിട്ടിയില്ലേ ഒരു പൈസ, അതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ഒരു കൊല്ലത്തേക്ക് ബാങ്കിൽ പോയി കുറച്ച് 1000 രൂപ ഇട്ട്, എന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ പിൻവലിക്കുമ്പോൾ നമുക്ക് 1000-നെക്കാട്ടും കുറച്ച് പൈസ അധികം ഇങ്ങോട്ട് ഇൻട്രസ്റ്റും കൂടി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ കൊടുത്തപ്പോൾ 1000 കിട്ടിയപ്പോൾ 1000-ൽ അധികം ഉണ്ട്. ആ എക്സ്ട്രാ വരുന്ന ആ ഒരു പൈസ അല്ലേ, അതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. In the picture above, the symbol 9% is a shorthand for 9%. ഇവിടെ മുകളിൽ തന്നുള്ള പിക്ചറിൽ പറയാണ് 9% 9% ആണ് ഇൻട്രസ്റ്റ് എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഫോർ എവറി 100 rupees വി ഡെപ്പോസിറ്റ് വി ഗെറ്റ് 9 rupees ആസ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ ഇയർ. അതായത് ഓരോ 100 രൂപ നമ്മൾ നിക്ഷേപിക്കുന്നതിനും നമുക്ക് 9 രൂപ എന്തായിട്ട് കിട്ടും, ഒരു വർഷത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ 100 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിലേക്ക് 9 രൂപയും കൂടി കൂട്ടിയിട്ട് അതായത് 109 രൂപയാണ് നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ തിരിച്ച് കിട്ടുക. അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഒന്നുമില്ല, നമ്മൾ ഡിസ്കൗണ്ട് കണ്ടുപിടിച്ചില്ലേ. വിലക്കുറവിന് നമ്മൾ എന്താ ചെയ്യുക, ഓരോ 100-ൽ നിന്നും എത്ര ശതമാനമാണോ അത് കുറയ്ക്കുകയാണ് ചെയ്യുക. ഇവിടെ ഓരോ 100-കളിൽ നിന്നും എത്രയാണോ ഇൻട്രസ്റ്റ് അത് കൂട്ടുകയാണ് ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് കണ്ടുപിടിക്കുന്നതിൽ. ഡിസ്കൗണ്ട് ആണെങ്കിൽ കുറയ്ക്കുക, ഇൻട്രസ്റ്റ് ആണെങ്കിൽ കൂട്ടുക. ഇവിടെ നോക്കിക്കേ, ഇഫ് വി ഡെപ്പോസിറ്റ് 1500 rupees now, how much would we get back after 1 year അക്കോർഡിംഗ് ടു ദിസ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ 1500 രൂപയാണ് ഒരു ദിവസത്തേക്ക് ഡെപ്പോസിറ്റ് ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഇയർ കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് എത്ര കിട്ടും എന്നാണ് ചോദിക്കുന്നത്. അതിനാദ്യം നമ്മൾ എന്ത് നിൽക്കും, ഓരോ 100-ൽ നിന്നാണ് 9 കൂട്ടേണ്ടത്. 9 കൂട്ടാൻ കാരണം ചോദ്യത്തിൽ 9% തന്നത് കൊണ്ടാണ് കേട്ടോ. സോ നമ്മൾ ഓരോ 100-ൽ നിന്നാണ് 9 കൂട്ടേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിന് നമ്മൾ ആദ്യം 1500-ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കണം. 1500-ൽ 15 100-കളാണുള്ളത്. സോ 15 9 എത്രയാണെന്നാണ് ഇനി നോക്കേണ്ടത്. 15 ഇൻറ്റു 9 എത്രയാ, നമുക്ക് 135 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1500-നോട് ഈ 135 കൂട്ടണം, കുറയ്ക്കുകയല്ല കൂട്ടുകയാണ് ഇവിടെ വേണ്ടത് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട്. സോ നമുക്ക് 1635 എന്ന് കിട്ടും. നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾക്ക് 1500 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് നമുക്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ 1500 എന്നുള്ളത് 1635 എന്ന് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ ഇൻട്രസ്റ്റ് ഫോർ 1 year ഈസ് 9 rupees ഫോർ ഈച്ച് 100 rupees. ഓരോ 100-നും 9% ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്.
1500 ഈസ് 15 ടൈംസ് 100. 1500 15 നൂറുകളാണ് ഉള്ളത്. ദ ഇൻട്രസ്റ്റ് ഫോർ 1500 റുപ്പീസ് ഈസ് 15 ഇൻറ്റു 9 ഈസിക്കൽ ടു 135 റുപ്പീസ്. അതായത് ഇവിടെ 1500 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15 ഇൻറ്റു 9 എന്നാണ്, അതായത് 135. ദസ് ആഫ്റ്റർ 1 year we would get this added to 1500 rupees which is 1500 plus 135 is equal to 1635 rupees. അതായത് ഒരു കൊല്ലം കഴിയുമ്പോൾ നമുക്ക് 1500 ഈ 135 കൂട്ടിയിട്ട് 1635 കിട്ടും. നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഒന്നുമില്ല, ഡിസ്കൗണ്ട് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഡിസ്കൗണ്ടും ഇതും തമ്മിലുള്ള വ്യത്യാസം, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കുറയ്ക്കുകയാണ്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൂട്ടുകയാണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. See the amount some people have deposited in the bank. ഇതിൽ ഓരോ ആൾക്കാരും ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് നിക്ഷേപിച്ച പൈസ റുപ്പീസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആഷ് പറഞ്ഞ ആൾ 15,000 റുപ്പീസാണ്, സുമ 25,000, നിഹാരിക 37,500, വിഹാൻ 12,500, ആഹി 22,500 റുപ്പീസ്. ഇതൊക്കെയാണ് ഇവരിവിടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ. കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ആൻഡ് ടോട്ടൽ എമൗണ്ട് ഈച്ച് വുഡ് ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 1 year. ഇവിടെ നമ്മളെടുത്ത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ആൾക്കും എത്ര ഇൻട്രസ്റ്റ് ആണ് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുക എന്നാണ് കാണാൻ പറഞ്ഞത്. ഇവിടെ ആദ്യം ആഷ് എന്ന് പറഞ്ഞ ആളത് കണ്ടുപിടിക്കാം. ആഷ് 15,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം 15,000 എത്ര 100 ഉണ്ടെന്ന് നോക്കുക. 15,000 ഡിവൈഡഡ് ബൈ 100 നമുക്ക് 150 കിട്ടും. ഇനി 150നോടാണ് നമ്മൾ 9 ഗുണിക്കേണ്ടത്. 150 ഗുണിക്കണം 9 1350 കിട്ടും. ഇതാണ് നമ്മുടെ കിട്ടിയ ഇൻട്രസ്റ്റ് എമൗണ്ട്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത് 15,000 ആയിരുന്നു. 15,000നോട് ഈ ഒരു ഇൻട്രസ്റ്റ്, അതായത് 1,350 കൂടി കൂട്ടിയിട്ടാണ് ബാങ്ക് ഒരു കൊല്ലം കഴിയുമ്പോൾ അവർ പിൻവലിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുക. സോ അവർക്ക് കിട്ടുന്ന ടോട്ടൽ റുപ്പീസ് 16,350 ആണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 4 പേരിതും നോക്കാം. രണ്ടാമത്തേതായിരുന്നു സുമ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് 25,000 റുപ്പീസ് ആയിരുന്നു. സോ നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 25,000 എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ 250 ഹൺഡ്രഡ്സ് ആണ് 25,000 ഉള്ളത്. ഇനി ആദ്യം 250 ഇൻറ്റു 9 ചെയ്യുക. അപ്പോൾ നമുക്ക് 2,250 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട്. ഇനി സുമ ഈ ഒരു ഡെപ്പോസിറ്റ് ഒരു വർഷം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ അവൾക്ക് ടോട്ടൽ എത്രയാണ് കിട്ടുക? അവൾ ചെയ്ത ഡെപ്പോസിറ്റ്, അതായത് 25,000നോട് ഈ ഇൻട്രസ്റ്റ് എമൗണ്ട്, അതായത് നമ്മൾ കണ്ടുപിടിച്ചത് 2,250 കൂടി കൂട്ടിയിട്ടാണ് കിട്ടുക. അതായത് ടോട്ടലി 27,250 വരും. അടുത്തതാണ് നിഹാരിക ഡെപ്പോസിറ്റ് ചെയ്ത പൈസ 37,500 രൂപയാണ്. അവിടെ ഇൻട്രസ്റ്റ് കാണാൻ ആദ്യം 37,500 എത്ര 100 ഉണ്ടെന്ന് നോക്കുക. അതിൽ 375 100ആണുള്ളത്. സോ നമ്മളിവിടെ 375 ഗുണിക്കണം 9 ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 3,375 ആണ്. സോ നമുക്ക് ഇനി ടോട്ടൽ കാണണം. ടോട്ടൽ കാണണമെങ്കിൽ നിഹാരിക ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എത്രയാണ്? 37,500. അതിനോട് ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് കൂട്ടുക. നമുക്ക്
40,875 എന്ന് കിട്ടും. ഇനി നാലാമത്തെ ആളും ഇതേപോലെ തന്നെ കണ്ടുപിടിക്കുക. വിഹാനാണ്. 12,500 രൂപയാണ് അവൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ. ഇൻട്രസ്റ്റ് കാണാൻ ആദ്യം 12,500-ൽ എത്ര 100 ഉണ്ട് നോക്കുക. നമുക്ക് 2 പൂജ്യം അങ്ങ് വെട്ടിക്കളയാൻ സിമ്പിളായിട്ട് കിട്ടും. 125 100ആണുള്ളത്. 125 ഗുണിക്കണം 9 1125 നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കണ്ടുപിടിച്ചു. ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് അവൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസനോട് നമ്മൾ കൂട്ടണം. അതായത് 12,500 കൂട്ടണം 1125. നമുക്ക് ടോട്ടൽ പൈസ 13,625 കിട്ടും. ഇനി നമ്മുടെ അഞ്ചാമത്തെ ആൾ അഹി ഡെപ്പോസിറ്റ് ചെയ്തത് 22,500 രൂപയാണ്. നമുക്ക് അതിൽ എത്ര 100 ഉണ്ട്? ആ ലാസ്റ്റത്തെ 2 പൂജ്യം, 100-ൽ 2 പൂജ്യം അല്ലേ? സോ ഈ ലാസ്റ്റത്തെ 2 പൂജ്യം അങ്ങ് വെട്ടിക്കളയാം. 225 എന്ന് കിട്ടും. സോ നമുക്ക് 225 100ആണ് 22,500-ലുള്ളത്. നമ്മുടെ 9% ഇവിടെ അത് ഗുണിക്കുക. 225 ഗുണിക്കണം 9 2025 എന്ന് കിട്ടും. ടോട്ടൽ കാണാൻ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ ഡെപ്പോസിറ്റിനോട് കൂട്ടുക. 22,500 കൂട്ടണം 2025 നമുക്ക് 24,525 എന്ന് കിട്ടും. അതാണ് അഹിയുടെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇത്രയും ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ചോദിക്കുക. നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളിവിടെ ഡിസ്കൗണ്ട് പറഞ്ഞു, ഇൻട്രസ്റ്റ് പറഞ്ഞു. ഇനി ലോണിനെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് വി ടേക്ക് എ ലോൺ ഫ്രം എ ബാങ്ക് വി വുഡ് ഹാവ് ടു പേ ഇൻട്രസ്റ്റ് ടു ദി ബാങ്ക്. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ഒരു പൈസ നമ്മൾ ബാങ്കിൽക്ക് അടയ്ക്കണം. നമ്മൾ ഇൻട്രസ്റ്റ് ബാങ്കിനാണ് കൊടുക്കേണ്ടത്. ദിസ് ആൾസോ ഈസ് യൂഷ്വലി സെഡ് ആസ് പെർസെൻറ്റ്. ഇതും ഒരു പെർസെൻ്റ് ആണെന്നാണ് പറയുന്നത്. സോ മച്ച് ഫോർ എവറി 100 റുപ്പീസ് ഈച്ച് ഇയർ. ഓരോ 100-ൻ്റെയും 1% നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കേണ്ടതെന്നാണ് ഇതും പറയുന്നത്. സോ നമുക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. എ ബാങ്ക് ഗിവ്സ് അഗ്രികൾച്ചറൽ ലോൺ. ഒരു ബാങ്ക് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കുന്നുണ്ട്. ഓൺ റീപേയ്മെൻറ്റ് ആഫ്റ്റർ എ ഇയർ 6% ഇൻട്രസ്റ്റ് ആൾസോ ഹാസ് ടു ബി പെയ്ഡ്. അങ്ങനെ ലാസ്റ്റ് അവസാനം കൊല്ലവസാനം ഇത് തിരിച്ചടിക്കുമ്പോൾ 6% ഇൻട്രസ്റ്റ് കൂടി നമ്മൾ ബാങ്കിന് കൊടുക്കണം. ഹൗ മച്ച് ഷുഡ് എ പേഴ്സൺ ഹൂ ബോറോസ് 25,000 റുപ്പീസ് നൗ ഹാവ് ടു റീപേ ആഫ്റ്റർ എ ഇയർ. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾ ബാങ്കിൽ നിന്ന് 25,000 രൂപ കട വാങ്ങുകയാണെങ്കിൽ, അതായത് ലോൺ എടുക്കുകയാണെങ്കിൽ അയാൾ ആ വർഷാവസാനം എത്ര രൂപയാണ് ബാങ്കിന് കൊടുക്കേണ്ടി വരിക എന്നാണ് ചോദിച്ചത്. ആദ്യം നമ്മളിവിടെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, നമ്മൾ നേരത്തെ കുറേ പ്രോബ്ലത്തിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 25,000 ഇവിടുത്തെ പൈസ എമൗണ്ട് വരുന്നത്. അതിൽ എത്ര 100 ഉണ്ട്? 250 100ആണുള്ളത്. 2 പൂജ്യം വെട്ടിക്കളയുക 250 എന്ന് കിട്ടും. 250 ഗുണിക്കണം 6 ഇവിടെ ചെയ്യേണ്ടത്. 6 എന്ന് പറയാൻ കാരണം ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 6% ഇൻട്രസ്റ്റ് ആണെന്ന്. സോ നമുക്ക് കിട്ടി 250 100ആണുള്ളത്. 250 ഗുണിക്കണം 6 ചെയ്യുക 1500 എന്ന് കിട്ടും. ഇവിടെ എത്രയാണ് പൈസ തിരിച്ചടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ 2,500, അതായത് നമ്മൾ കടം വാങ്ങിയ പൈസ അതിനോട് 1,500 കൂടി നമ്മുടെ ഇൻട്രസ്റ്റ് കൂടി കൂട്ടണം. 26,500 രൂപയാവും. ഇതാണ് അയാൾ വർഷാവസാനം ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന പൈസ. ഇൻട്രസ്റ്റ് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചതും തമ്മിൽ പ്രോബ്ലം ചെയ്യുന്നത് വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ലോണാണ്, ഒന്ന് നമ്മൾ ലോണാകുമ്പോൾ നമ്മൾ ബാങ്കിന് കൊടുക്കേണ്ടതാണ്, ഇൻട്രസ്റ്റ് ആകുമ്പോൾ ബാങ്ക് നമ്മൾക്ക് തരേണ്ടതാണ്. അത്രയേ ഉള്ളൂ. അടുത്തത് ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഒരു പിക്ചറാണ്. ഫ്രണ്ടിൽ എന്താണ് എഴുതി വെച്ചത്? 25% ഡിസ്കൗണ്ട് ഓൺ ഓൾ പർച്ചേസസ്. നമ്മൾ ആ ഷോപ്പിൽ പോയി എന്ത് വാങ്ങിയാലും നമുക്ക് 25% ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് പറയുന്നത്.
Srisha bought clothes worth 3,500 rupees from this shop. ഈ ശ്രീഷ എന്ന് പറയുന്ന ആള് 3,500 രൂപയ്ക്ക് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങി. ഹൗ മച്ച് ഷുഡ് ഷീ പേ? എത്രയാണ് അവൾ ആ ഷോപ്പിന് കൊടുക്കേണ്ടി വരുന്ന പൈസ? അതായത് 3,500 രൂപയുടെ ഡ്രസ്സാണ് അവൾ വാങ്ങിയത്. ഇവിടെ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അവൾ 25% ഡിസ്കൗണ്ട് കുറച്ചിട്ട് കൊടുത്താലും മതി. സോ നമുക്ക് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാം. നമുക്ക് ഡിസ്കൗണ്ട് എമൗണ്ട് കാണാം. 3,500 രൂപയിൽ എത്ര 100 ഉണ്ട്? 100ൽ 2 പൂജ്യമാണ്. സോ 2 പൂജ്യം അങ്ങ് വെട്ടിക്കളയാം. 35 100ആണുള്ളത്. 35 ഗുണിക്കണം 25. 25% എന്നാണ് ഇവിടെ തന്നത്. സോ നമ്മൾ 25നെ ഗുണിക്കുക. 875 എന്ന് കിട്ടും. ഇവിടെ 875 ആണ് ഡിസ്കൗണ്ട് എമൗണ്ട് വരുന്നത്. അത് നമ്മൾ 3,500ൽ നിന്ന് കുറയ്ക്കുക. സോ നമുക്ക് 3,500ൽ നിന്ന് 875 കുറയ്ക്കുമ്പോൾ 2,625 എന്ന് കിട്ടും. നമ്മുടെ ശ്രീഷ 2,625 പൈസ മാത്രം ഷോപ്പിൽ കൊടുത്താൽ മതി, 3,500 കൊടുക്കണ്ട. സോ ഹൗ മച്ച് ഷുഡ് ശ്രീഷ പേ എന്നുള്ള ചോദ്യത്തിന് 2,625 എന്ന് എഴുതുക. അതെങ്ങനെയാണെന്ന് കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തേതാണ്, ആഞ്ചല ടോമി ബോറോഡ് 45,000 rupees ഫ്രം എ ബാങ്ക്. ഇത് ബോറോ ചെയ്തെന്നാണ്. ബോറോ എന്ന് പറഞ്ഞാൽ കടം വാങ്ങി. ഇതൊരു ലോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എത്രയാണ് ബാങ്കിൽ നിന്നും കടം വാങ്ങിയത്? 45,000 രൂപ. ദ ഇൻട്രസ്റ്റ് ഈസ് 12%. 12% ഇൻട്രസ്റ്റ് ഉള്ളത്. ഹൗ മച്ച് ഷുഡ് ഹീ പേ ബാക്ക് ആഫ്റ്റർ 1 year? അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഒരു വർഷം കഴിയുമ്പോൾ അവന് തിരിച്ച് ബാങ്കിന് കൊടുക്കേണ്ടതെന്ന്? ലോണാണല്ലേ, അവന് ബാങ്കിൽ നിന്നും കടം വാങ്ങിയതാണ്. സോ നമുക്ക് 45,000 അവന് ബാങ്കിൽ നിന്ന് കടം വാങ്ങിയത്. ഒരു കൊല്ലം കഴിയുമ്പോൾ 45,000 മാത്രം ബാങ്കിന് കൊടുത്താൽ പോരാ. എത്ര കൊടുക്കണം? അതിലേക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടി കൂട്ടിയിട്ടാണ് അവന് ബാങ്കിന് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണെന്ന് കാണാം. ടോമി ബാങ്കിൽ നിന്നും കടമായിട്ട് ബോറോ ചെയ്തത് 45,000 രൂപയാണ്. ഇൻട്രസ്റ്റ് 12%. ആദ്യം 45,000ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കുക. 45,000ൽ 100 കാണണമെങ്കിൽ സിമ്പിളായിട്ട് 100ൽ 2 പൂജ്യമാണ്. സോ 45,000ൻ്റെ 2 പൂജ്യം അങ്ങ് വെട്ടിക്കളയുക. 450 എന്ന് കിട്ടും. 450 100ആണുള്ളത്. 450 ഗുണിക്കണം 12 ചെയ്യുക. 5,400 എന്ന് കിട്ടും. അതാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് എമൗണ്ട്. ഈ പൈസ കൂടി ആഡ് ചെയ്യണം അവന് കടം വാങ്ങിയ പൈസനോട്. അതായത് 45,000-നോട് 5,400 കൂട്ടുക. 50,400 എന്ന് വരും. ഇത്രയും പൈസയാണ് അവന് കൊല്ലവസാനം അവന് തിരിച്ച് ബാങ്കിന് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ ഏത് എമൗണ്ട് ഹി പേ ബാക്ക് ടു ബാങ്ക് എത്രയാണ്? 50,400 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, മേഹൽ കോൺട്രിബ്യൂട്ട്സ് 8% ഓഫ് ഹിസ് ഏർണിങ്സ് ഈച്ച് മന്ത് ടു മെഡിക്കൽ എയ്ഡ് ഫോർ ദി പുവർ. മേഹുൽ എന്ന് പറഞ്ഞ ആൾ അവൻ്റെ ഏണിങ്സിൻ്റെ 8% ഒരു മെഡിക്കൽ എയ്ഡിന് കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട ആൾക്കാർക്ക്. ഹിസ് ഇൻകം ദിസ് മന്ത് ഈസ് 75,000 rupees. ഈ മാസം അവൻ്റെ വരുമാനം എന്ന് പറയുന്നത് 75,000 രൂപയാണ്. ഹൗ മച്ച് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ ദിസ് മന്ത്? അങ്ങനെയാണെങ്കിൽ അവന് എത്രയാണ് ഈ മാസം ആ മെഡിക്കൽ എയ്ഡിന് കൊടുക്കുക? ഇവിടെ മനസ്സിലാക്കുക, 75,000ൻ്റെ 8% അവന് ഹോസ്പിറ്റൽ മെഡിക്കൽ എയ്ഡിന് കൊടുക്കുന്നത്. സോ നമ്മൾക്ക് 75,000ൻ്റെ 8% എത്രയാണെന്ന് കാണണം. നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലേ? 75,000ൽ എത്ര 100 ഉണ്ട്? 100 കണ്ടുപിടിക്കണമെങ്കിൽ 2 പൂജ്യം കട്ട് ചെയ്യുക. 750 100ആണുള്ളത്. സോ 750 ഗുണിക്കണം 8, 6,000 നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. 6,000 അവന് ഈ മാസം മെഡിക്കൽ എയ്ഡിന് കൊടുക്കുന്നത്. 6,000 rupees അവിടെ എഴുതി കൊടുക്കുക, 6,000. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യന്, യൂഗിൻ സേവ്സ്
15% ഓഫ് ഹിസ് ഇൻകം ഈച്ച് മന്ത്. അവന് 15% അവൻ്റെ ഇൻകത്തിൻ്റെ 15% എല്ലാ മാസവും അവന് എടുത്തു വെക്കാറുണ്ട്, സൂക്ഷിക്കാറുണ്ട്. ഹിസ് ഇൻകം ഇൻ ജനുവരി വാസ് 64,000 റുപ്പീസ്. ജനുവരിയിൽ അവൻ്റെ വരുമാനം 64,000 രൂപയാണ്. ഹൗ മച്ച് ഡിഡ് ഹീ സേവ് ദാറ്റ് മന്ത്? ആ മാസം അവന് എത്രയാണ് സൂക്ഷിച്ചു വെക്കുക? ഒന്നുമില്ല, തൊട്ട് മുകളിലത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടതുപോലെ 64,000 രൂപയുടെ 15% എത്രയാണെന്ന് കാണാം. ആദ്യം നമ്മൾ 64,000-ൽ എത്ര 100 നോക്കുക. 2 0 വെട്ടുക, 640 കിട്ടും. 640 ഗുണിക്കണം 15, 9,600 സോ അവൻ ആ മാസം സേവ് ചെയ്ത് വെക്കുന്നത് 9,600 റുപ്പീസാണ്. ഇനി അഞ്ചാമത്തത്, എ ടി വി മാനുഫാക്ചറർ ഡിസൈഡഡ് ടു റെഡ്യൂസ് ദി പ്രൈസ് ബൈ 5% ഫ്രം ദി നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം മുതൽ ഒരു ടി വി മാനുഫാക്ചർ തീരുമാനിച്ചു 5% പൈസ കുറയ്ക്കാമെന്ന്. വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് എ ടി വി വിച്ച് കോസ്റ്റ് 45,000 റുപ്പീസ് നൗ? ഇപ്പോൾ 45,000 ഉള്ള ടി വിക്ക് അടുത്ത മാസം എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചത്. അയാൾ 5% കുറച്ചിട്ടായിരിക്കും ആ ടി വിൻ്റെ പൈസ കൊടുക്കുന്നത്. സോ നമുക്ക് 45,000-ൻ്റെ 5% എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് 45,000-ൽ നിന്നും കുറയ്ക്കണം. അതായിരിക്കും അപ്പോഴത്തെ ടി വിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ 45,000-ൻ്റെ 5% കാണുക. അതാണല്ലോ അയാൾ ടി വിൻ്റെ പൈസയിൽ നിന്ന് കുറയ്ക്കുന്നത്. 45,000-ൻ്റെ 5% കാണാൻ ആദ്യം 45,000-ൽ എത്ര 100 ഉണ്ട്? 2 0 വെട്ടിക്കളയുക. സോ 450 100 450 ഗുണിക്കണം 5, 2,250 എന്ന് കിട്ടും. ആ പൈസയാണ് അയാൾ കുറയ്ക്കുന്നത്. സോ 45,000 കുറയ്ക്കണം 2,250, നമുക്ക് 42,750 എന്ന് കിട്ടും. സോ നെക്സ്റ്റ് മന്തിൽ അയാൾ ടി വിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 42,750. ആറാമത്തെ ചോദ്യം, എ കാർ മാനുഫാക്ചർ ഡിസൈഡഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് ബൈ 2% ഫ്രം ദി നെക്സ്റ്റ് മന്ത്. ഇയാൾ ഒരു കാർ ഉണ്ടാക്കുന്ന ആൾ തീരുമാനിക്കുകയാണ് അടുത്ത മാസം മുതൽ 2% പൈസ കൂട്ടിയിട്ട് എനിക്ക് കാറ് വിൽക്കാമെന്ന്. വാട്ട് വിൽ ബി ദ പ്രൈസ് നെക്സ്റ്റ് മന്ത് ഓഫ് കാർ വിച്ച് കോസ്റ്റ് 5,60,000? അങ്ങനെയാണെങ്കിൽ 5,60,000 രൂപ വരുന്ന കാറിന് അടുത്ത മാസം മുതൽ എത്രയായിരിക്കും വില എന്നാണ് ചോദിച്ചത്, പ്രൈസ്. കാരണം ഇനി അയാൾ വിൽക്കുന്നത് ഈ 2% കൂടി കൂട്ടിയിട്ടാണ്. സോ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. 5,60,000 രൂപയാണ് എന്ത് കാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 2% വർദ്ധിക്കാനാണ് അയാൾ വിചാരിക്കുന്നത്. അതിന് 5,60,000-ൻ്റെ 2% കാണണം. അതാണല്ലോ അയാൾ വർദ്ധിപ്പിക്കുന്നത്. സോ 5,60,000-ൻ്റെ 2% കാണാൻ ആദ്യം അതിൽ എത്ര 100 ഉണ്ടെന്ന് കാണുക. 2 0 വെട്ടിക്കളയുക. 5,600 100 ഉള്ളത്. സോ 5,600 ഗുണിക്കണം 2, 11,200 എന്ന് കിട്ടും. ഈ കിട്ടിയ ഈ എമൗണ്ടാണ് നമ്മൾ കാറിൻ്റെ പ്രൈസിൽ നിന്നും കൂട്ടേണ്ടത്. അയാൾ 2% കൂട്ടിയിട്ടാണ് കാറ് വിൽക്കുന്നത്. സോ 5,60,000 പ്ലസ് 11,200 എത്ര കിട്ടും? 5,71,200. സോ ആ മാസത്തെ കാറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5,71,200 രൂപയാണ്. സോ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയുക. പിന്നെ ഈ ഒരു ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ്. സോ ഇത് നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.